അസ്സലാമുഅലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പയർ ഇട്ട് കൊടുക്കാം. ഈ പയർ ഞാൻ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള പയറാണ്. ഇനി ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. ഇപ്പൊ നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. അപ്പൊ നല്ലോണം പയർ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റ് ആണ് എനിക്ക് ഈ പയർ വറുത്ത് കൊടുക്കാൻ എടുത്ത സമയം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ പയർ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കടായിൽ വെച്ചിരിക്കാൻ പാടില്ല, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ കടായിൽ വെച്ചിരുന്ന ഇത് കരിഞ്ഞിട്ട് പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയാണ്. അപ്പൊ ഈ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് നല്ലൊരു ഉഗ്രൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ പലഹാരത്തിൽ കപ്പലണ്ടി ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത്രയും മതി. ഇപ്പോൾ ഈ ചൂടായി കിടക്കുന്ന കടായിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്കയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഏലക്കയുടെ കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ചുക്കുണ്ടല്ലോ, ചുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ പഞ്ചസാര ഒരു ബൗളിലേക്ക് മാറ്റാം. പഞ്ചസാര പൊടിച്ചെടുത്ത അതേ ജാറിൽ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോണ്ട. ഒരുപാടൊന്നും പൊടിഞ്ഞു പോണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇരിക്കണം. ഇനി അതേ കടായിൽ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ 2 കളർ ഞാൻ എടുത്തിട്ടുണ്ട്. കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അണ്ടിപ്പരിപ്പായാലും കിസ്മിസ് ആയാലും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ പൊടിച്ച തേങ്ങയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി ഇത് വറുത്തെടുക്കാം. ഇത് ഒരുപാട് നാള് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പൊ നമുക്ക് കുറച്ച് ദിവസമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയാൽ മതി. അപ്പൊ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു 2-3 ദിവസമൊക്കെ വെച്ചിരുന്ന് ഈ പലഹാരം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. ഒരുപാട് നാൾ നമുക്ക് ഈ പലഹാരം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. ഇപ്പൊ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഈ കടായിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കടായി നല്ല ചൂടാണ്, അത് വീണ്ടും ഇരുന്നിട്ട് കരിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് വേഗം തന്നെ മാറ്റണം. ഇപ്പൊ വറുത്തെടുത്ത പയർ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലെ ചെറിയ ജാറിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പൗഡറായിട്ട് പൊടിയണ്ട, ചെറിയ തരികളോട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങ് പൗഡറായി പോവരുതേ. പൊടിച്ചെടുത്ത പയർ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതേ ജാറിൽ തന്നെ നമ്മൾ വറുത്തെടുത്ത കപ്പലണ്ടി നല്ലോണം തണുത്ത് അതിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇതും ഒരുപാട് അങ്ങ് പൊടിയണ്ട, തരിതരിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതും ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവരുത്, ഇതുപോലെ തരിതരിയായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുത്ത പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ചു മാറ്റി വെച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ച കിസ്മിസ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രം എടുക്കുക, ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പൊ ശർക്കര എല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇടികല്ലുണ്ട് ഇടിച്ച് ശർക്കര എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു. ഇനി ഉരുക്കി മാറ്റി വെച്ച ശർക്കര ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ശർക്കര പാനി ഒന്ന് 1 നൂൽ പാവാവണം, അതുവരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ശർക്കര പാനി 1 നൂൽ പാവായിട്ടുണ്ട്. നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ ആയി കിട്ടണം. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തെടുത്ത മിക്സ് എല്ലാം കുറേശ്ശെ ഇതിലിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പൊ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ നമ്മുടെ ഫില്ലിങ് ആ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിയുമ്പോൾ കയ്യിൽ പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ആ ചൂടോട് കൂടി തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് പിന്നെ സെറ്റായി പോവും. ഉരുട്ടിയെടുത്ത മിക്സ് കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാം ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിംഗ് ബൗളില് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന്റെ അളവാണ് ഇതിനെടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അതുപോലെ തന്നെ 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുഴുവനും ഗോതമ്പ് പൊടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് കൈവച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് കുറച്ച് വീതം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണമെങ്കിലും എടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം എടുക്കാം. അപ്പൊ പാലാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇപ്പൊ 1/4 കപ്പ് പാല് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നാവൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇപ്പൊ മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 മിനിറ്റെങ്കിലും ഈ മാവ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഈ മാവ് 1 മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഈ മാവ് ഒന്ന് ഡ്രൈ ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ഇതിന്റെ പുറത്ത് തടവി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇനി മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തില് വേണം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാ മാവും ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി മാവിന്റെ പോളൊന്ന് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇതുപോലത്തെ ഒരു അരിപ്പയാണ്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സംഭവമാണ്. ഇനി ഇതിന്റെ അകത്ത് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1 ഉരുള മാവ് എടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉരുട്ടി ഷേപ്പ് ചെയ്തെടുത്ത ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒന്ന് ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഒന്ന് കൈ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി അരിപ്പയിൽ നിന്ന് ഈ മാവ് മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വേണം ബാക്കിയിരിക്കുന്ന മാവ് ഫില്ലിങ് നിറച്ച് ഒന്ന് പരത്തിയെടുക്കാം.
അപ്പൊ അത് ബാക്കി എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി. ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഡിസൈൻ ഭാഗം മേളിൽ വന്നിട്ട് താഴ്ഭാഗം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഈ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. ഇപ്പൊ രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഫില്ലിങ്ങോട് കൂടിയ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.